കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പാറശാലയിലെ മഹാദേവ ക്ഷേത്രത്തിൽ ഒരാനയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെയും അതിനപ്പുറമുള്ള ഇടങ്ങളിലെയും ആനപ്രേമികൾ ഇന്നലെ വരെ കൊണ്ടു നടന്ന ചില ധാരണകൾ ഇവനെ കണ്ടുകഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. തീർച്ച. മറ്റൊന്നുമല്ല, തെക്കൻ ദേശക്കാർക്ക് എന്താ ആനപ്രേമം? അവർക്കൊരു ജാതി വലിച്ചു നീട്ടിയ വർത്തമാനമല്ലാതെ ഈ കരിവീരന്മാരെക്കുറിച്ച് എന്തറിയാം എന്നെല്ലാം വിചാരിച്ച് കഴിയുന്നവർ ദയവ് ചെയ്ത് ഈ എപ്പിസോഡൊന്ന് കാണണം. എന്നിട്ട് ഇന്നലെ വരെ തുടർന്നു വന്ന ചില തലതിരിഞ്ഞ ധാരണകൾ മാറ്റണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവനെയും തിരഞ്ഞ് പാറശാല വരെ യാത്ര നടത്തിയത്. നോക്കൂ, ഈ നോട്ടത്തിൽ ചില ചോദ്യങ്ങളുണ്ട്. എന്താ, ഈ ദേശമൊക്കെ നിങ്ങൾ അറിയുമോ? ഇവിടെയും ചില കരിവീരന്മാർ എന്നെപ്പോലെ ചുള്ളന്മാരായി നിൽപ്പുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ കണ്ടാലും കണ്ടില്ലെന്ന് ഒരൊറ്റ മൂച്ചിൽ വാശിയോടെ പറയുകയാണ്. എന്തായാലും നിങ്ങളൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ വല്ലപ്പോഴുമെങ്കിലും ഇതുവഴി കടന്നു വന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം, കാണാം. എപ്പോഴും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെന്നും ഉട്ടോളി ശേഖരനെന്നും ഒക്കെ മാത്രം ഉരുവിടാതെ വല്ലപ്പോഴുമെങ്കിലും പാറശാല ശിവശങ്കരനെന്നും കാണാവിള മഹാദേവനെന്നും എല്ലാം പറയാം. ഒന്നും സംഭവിക്കില്ല. പാറശാല ശിവശങ്കരൻ എന്ന ടീനേജുകാരനാണിവൻ. കൗമാരം കണ്ണിലും കഴുത്തിലും കാർത്തിക വിളക്ക് തെളിച്ചതുപോലെ തെളിഞ്ഞു കത്തുന്ന പ്രായം. മനുഷ്യജീവികളെ സംബന്ധിച്ചാണെങ്കിൽ വഴി തെറ്റുവാൻ ഏറെ സാധ്യതയുള്ള ഒരു പ്രായം. കണ്ണും കാതും തോർത്തിവെച്ച് മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്ന പ്രായം. പക്ഷേ ഇവിടെ ഈ ടീനേജുകാരനെക്കുറിച്ച് അത്രയൊന്നും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഇവൻ എക്സ്ട്രാ ഡീസൻ്റാണ്. വഴി തെറ്റുവാനോ ആരെയെങ്കിലും തെറ്റിക്കുവാനോ ഭാവമില്ല. ആരും ആവശ്യമില്ലാതെ ശല്യപ്പെടുത്തരുതേ എന്ന അപേക്ഷ മാത്രം. മഴയുടെ മന്ത്രഭാവങ്ങൾ ഒരു ചിത്രത്തിലെന്നോണം ഇരമ്പി നിൽക്കുന്ന ആസാമിലെ ടിൻസുകിയ വനമേഖലയിലാണ് ഇവൻ്റെ ജനനം. മഴ നനഞ്ഞു വളർന്നവൻ, മഴയിൽ മതിമറന്ന് നടന്നവൻ, മഴയുടെ മന്ത്രഭാവനയെ രക്തത്തിലേറ്റുവാങ്ങിയവൻ, മനസ്സിലിപ്പോഴും ഒരു മഴയുടെ താളം ഉള്ളിൽ പേറി നടക്കുന്നവൻ. അന്ന് പേര് മോഹൻ സിംഗ്. വെറും 3 വയസ്സുള്ളപ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നത്. മുലകുടി പോലും മാറാത്ത പ്രായം. ആ അമ്മയുടെ വേദന ആരറിഞ്ഞു? അമ്മയെ ആദ്യവും അവസാനവുമായി വിട്ടുപോകുന്ന ഈ പുത്രൻ്റെ വേദന ആരറിഞ്ഞു? ഈ കണ്ണുകൾ ചില നേരങ്ങളിൽ സജലങ്ങളാകാറുണ്ട്. ഓർമ്മകൾ വേദനയെ കൊളുത്തിയെടുക്കുന്ന തോട്ടിമുനകളാണപ്പോൾ. നീറിയും നീണ്ട നെടുവീർപ്പുകളിൽ സ്വയം സമർപ്പിച്ചും സമാധാനിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ. അരുണാചൽ പ്രദേശിൽ വ്യവസായിയായിരുന്ന പാപ്പാലപ്പറമ്പിൽ ചാക്കോയാണ് ഇവനെ കേരളത്തിലെത്തിക്കുന്നത്. കാട്ടിനുള്ളിൽ വെട്ടുതീറ്റയ്ക്കായി വിട്ട സുന്ദരിയായ ഒരു പിടിയാനയ്ക്ക് പിറന്ന യുവ കോമളനാണിവൻ. വനത്തിനുള്ളിൽ വെച്ച് പ്രണയം കൂടുവാൻ വന്ന ഏതോ കൊലകൊമ്പൻ്റെ സമ്മാനം. പ്രസവം നാട്ടിലായിരുന്നു. കുഞ്ഞിനെ നൽകി കടന്നുപോയ പിതാവ് ഇവനൊരു ഓർമ്മ പോലുമല്ല. എന്നാൽ മുലയൂട്ടിയ മാതാവ് ഒരു വേദനയാണ്. പാപ്പാലപ്പറമ്പിൽ ചാക്കോച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് 10,000-ൽ പരം രൂപ ഒരു ആദിവാസിക്ക് നൽകി വളരെ ശ്രമപ്പെട്ടാണ് ഇവനെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റുന്നത്. ആ വേദന ഇവനിൽ ഇന്നും ബാലമുടയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇവനെ പരിചരിക്കുന്നവർക്ക് അതറിയാം. അവർ അതറിഞ്ഞേ പെരുമാറും. പാറശാലയിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ്. ഈ ആനയെക്കുറിച്ച് എന്താണ് വക്കീലിന് പറയാനുള്ളത്? ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഇണക്കമുണ്ട്. കാര്യം ഇതിന് നുണച്ചട്ടം എന്ന് പറയും. കാര്യം ആനപ്പാപ്പാനോട് വടിച്ചട്ടവും ആനയ്ക്ക് ഇഷ്ടമുള്ള ആഹാര സാധനം കൊടുത്ത് ആനയോട് കൊച്ചു വർത്തമാനമൊക്കെ പറയുന്ന ആളിനോട് നുണച്ചട്ടവും കാണും. ഈ നുണച്ചട്ടമുള്ളവൻ ആനയെ അഴിക്കാൻ കഴിയില്ല, അത് വടിച്ചട്ടമുള്ളവനെ കഴിയും.
ഇതിന് കണ്ടിട്ടുള്ള പ്രത്യേകത, ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കോളേജ് ക്യാൻറ്റീനിലെ ഉണ്ടംപുരിയാണ്. ആന എവിടെ തെറ്റി നിന്നാലും ഞാൻ ഉണ്ടംപുരി മേടിച്ചു കൊടുക്കും. അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനം മസാല ദോശ. മറ്റുള്ള ആനകൾക്കൊക്കെ തീറ്റ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്ക് ഈ ഉപ്പുള്ളതും പിന്നെ മധുരം ശർക്കരയൊക്കെയാണ്. ഇതിനങ്ങനല്ല. മനുഷ്യൻ കഴിക്കുന്ന വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന മസാല ദോശയും വെള്ളയപ്പവും ഇടിയപ്പവും സ്റ്റൂവും ഒക്കെയാണ് ഇതിന് ഇഷ്ടപ്പെട്ട സാധനം. സാധാരണ നമ്മളിപ്പോൾ ഒരു ആനപ്രേമികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഉത്സവ പറമ്പുകളിൽ ഒരു ആനയുടെ പെർഫോമൻസിന് ആണ്. ഇവനിപ്പോൾ കുട്ടി ആനയാണ്, എന്നാലും ഇവൻ്റെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഇവനൊരു ഭാവിയിലെ വാഗ്ദാനം. തീർച്ചയായും ഇത് ഈ ആനയെ കണ്ടിട്ട് സിനിമാ നടൻ ജയറാമേട്ടൻ ഒരു ദിവസം തിരുവനന്തപുരം ശ്രീമൂലം ക്ലബ്ബിൽ രാവിലെ ജിമ്മിൽ ചെന്നിട്ട് പോകുമ്പോൾ ഈ ആനയെ വഴിയടിച്ച് പോവുക. അപ്പം തന്നെ ജയറാമേട്ടൻ്റെ രീതിയുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു ആനയെ കണ്ട ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കും. എന്നെ വിളിച്ച് ചോദിച്ചു, മഹേഷ് ഇങ്ങനെ തിരുവനന്തപുരത്ത് വഴുതക്കാട് വഴി ഇപ്പോൾ ഒരു ആന പോകുന്നുണ്ട്, നല്ല വീണെടുത്ത് നോക്കുമ്പോൾ നല്ല രസമുള്ള ആനക്കുട്ടി ബാള് പോലെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആനയുടമസ്ഥൻ കരയ്ക്കാമണ്ഡപത്തിലെ പാലാറ്റം ബസ് മണിക്കൂട്ടനെ വിളിച്ച് ചോദിച്ചു. മണിക്കൂട്ടൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആന ഇതിലെ പോയിട്ട് ജയറാമേട്ടൻ വിളിച്ച് ചോദിച്ചു, അപ്പോൾ നല്ല ആനയായിരിക്കുമല്ലോ എന്നാണ്. അത് വക്കീൽ സാറേ നിങ്ങളുടെ പാറശാല അമ്പലത്തിൽ ആനക്കുട്ടിയാണ്. അങ്ങനെ സെലിബ്രിറ്റീസിന്, അതുപോലെ വനം മന്ത്രി ഗണേഷ് കുമാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനകളൊന്നാണ്. അതുമാത്രമല്ല ഈ വളർന്നു വരുന്ന ചെറിയ ആനകളിൽ എനിക്ക് തോന്നുന്നു സുന്ദർമേനോൻ്റെ അടിയാട്ടയ്യപ്പൻ, മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കീഴുട്ട് വിശ്വനാഥ്, അത് കഴിഞ്ഞ് പാറശാല ശിവശങ്കരൻ, ഇന്ന് സംശയമില്ല.